Warm welcome, my dear students. Good morning to all. Today we are going to start our second module of Indian economy, that is economic development strategy since independence. In this module, we discuss different areas like mixed economic framework, key and strategic role of PSUs, economic crisis of 1990, macroeconomic reforms implemented since 1991, structural adjustment programs like globalization, liberalization and privatization, fiscal and financial sector reforms, performance of Indian economy before and after economic reforms, external sector reforms since 1991, trade and currency reforms, liberalization of imports and exports, second generation economic reforms, reforms from product markets to factor and input markets, then critical assessment of economic reforms. Now let us start our second module, economic development strategy since independence. Today we are going to discuss with an important area of this module, key and strategic role of public sector undertakings or public sector enterprises in India. Key and strategic role of public sector undertakings in India. First we are going to discuss with the meaning of public sector undertakings or enterprises. As you all know that public means government, public sector means government sector. So public sector undertakings or enterprises means the company's stock needs to be majority owned by the government. അപ്പോൾ മെജോറിറ്റി സ്റ്റോക്കും ഗവൺമെൻറ് കീഴിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുക. ദ സ്റ്റേറ്റ് ഓൺ എൻ്റർപ്രൈസസ് ഇൻ ഇന്ത്യ ഈസ് കോൾഡ് PSE ഓർ PSE. PSE മീൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, PSE മീൻസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള എൻ്റർപ്രൈസസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് PSU അല്ലെങ്കിൽ PSE. There are owned by union government or one of many state of both. ഇത് ഒന്നുകിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അധികം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കീഴിലോ വരുന്ന കമ്പനീസിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുക. ദ കമ്പനി സ്റ്റോക്ക് നീഡ്സ് ടു ബി മെജോറിറ്റി ഓൺ ബൈ ദ ഗവൺമെൻറ് ടു ബി PSU. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ മിനിമം 51% എങ്കിലും ആ കമ്പനിയുടെ ഷെയർ ഗവൺമെൻറ് കീഴിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ PSUs എന്ന് പറയുക. മിനിമം ആ കമ്പനിയുടെ 51% ഷെയർ എങ്കിലും ഗവൺമെൻറ് കീഴിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്പനിയെ PSU എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. In 1951 there were just 5 enterprises in public sector in India. അപ്പോൾ 1951 നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളൊരു കണക്കെടുത്താൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. ആകെ ഒരു 5 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് സെക്ടർ മീൻസ് സ്റ്റേറ്റ് ഓൺ enterprises or undertakings. They are owned by union government or one of many state or both. Okay. Prior to 1947, public sector investment was limited to the railway, port and telegraph. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1947 മുന്നേ നമ്മുടെ ഇന്ത്യയിൽ കൊളോണിയൽ ഗവൺമെൻറ് ഭരണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ കൊളോണിയൽ ഗവൺമെൻറ് അവർക്ക് നേട്ടമുണ്ടാക്കുന്ന മേഖലകളിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നുള്ളൂ. ഇപ്പോൾ റെയിൽവേയും പോർട്ടും എടുത്താൽ റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും ടെലിഗ്രാഫ് ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുമായിരുന്നു അവർ ഈ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നത്. അവരൊരിക്കലും നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റോ ഇവിടെയുള്ള ആളുകളുടെ വെൽഫെയറോ ഉദ്ദേശിച്ചായിരുന്നില്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്, മറിച്ച് അവരുടെ കൺവീനിയൻസ് മാത്രമായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും വ്യത്യാസം വന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിലൂടെയാണ്. 2 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻസ് ഉണ്ട്, 1948 ആൻഡ് 56. ഈ 2 റെസൊല്യൂഷൻസും നമ്മുടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദെൻ CPSE മീൻസ് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. Central public sector enterprises means the companies in which direct holding of central government. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് കൺട്രോളിലുള്ള കമ്പനീസിനെയാണ് CPSE എന്ന് പറയുന്നത്. These companies are administered by Ministry of Heavy Industries and Public Enterprises. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ്. ഓക്കെ. Next we discuss with the objectives of setting up of PSUs in India. First one, to create an industrial base in the country. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു ഇൻഡസ്ട്രിയൽ ബേസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടു ജനറേറ്റ് ബെറ്റർ ക്വാളിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ, ടു ഡെവലപ്പ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതും നമ്മുടെ PSUവിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്.
then to provide resources to the government. ഗവൺമെൻറ്റിന് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ ലാസ്റ്റ് വൺ, ടു റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻഇക്വാളിറ്റിയെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും, അത് എല്ലാ മേഖലകളിലും ഇൻഇക്വാളിറ്റി ആകാം, അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിൻ്റേത് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ to create an industrial base in the country, to generate better quality of employment, to develop basic infrastructure in the country, to provide resources to the government, then to reduce inequalities and accelerate economic growth and development of the country. These are the objectives of setting up of PSUs. The growth of PSU in India has taken place in two ways. First one, by nationalizing existing enterprises. Second one, by starting new enterprises. അപ്പോൾ ഈ രണ്ട് രീതിയിലൂടെയാണ് നമ്മുടെ PSUവിൻ്റെ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത്. ഒന്ന്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് നാഷണലൈസ് ചെയ്തുകൊണ്ട്, ബാങ്കുകളുടെയും മറ്റും നാഷണലൈസേഷൻ നമുക്കറിയാവുന്നതാണ്. എക്സാമ്പിൾ SBI, LIC, എയർ ഇന്ത്യ ഒക്കെയാണ്. സെക്കൻഡ് വൺ, ന്യൂ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, എക്സാമ്പിൾ ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ PSU ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ നാഷണലൈസേഷൻ. സെക്കൻഡ് വൺ, സ്റ്റാർട്ടിംഗ് ന്യൂ എൻ്റർപ്രൈസസ്. ഓക്കെ, now we are going to discuss with the three major classifications of public sector undertakings in India. First one, departmental undertakings. Departmental undertakings are directly managed by concerned Ministry of Department. അപ്പോൾ കൺസേൺ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് കൺട്രോളിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ അല്ലെങ്കിൽ അണ്ടർടേക്കിങ്സുകളെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുക. എക്സാമ്പിൾ റെയിൽവേ, പോസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത അണ്ടർടേക്കിങ്സുകളാണ് നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുക. എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, എക്സെട്ര. ദെൻ തേർഡ് വൺ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സെപ്പറേറ്റ് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. എക്സാമ്പിൾ SBI, UTI, LIC, എക്സെട്ര. ഓക്കെ, ദീസ് ആർ ദ ത്രീ മേജർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ. Next, we are going to discuss with the important area of this session, role of PSUs in India. The public sector plays a major role in uplifting the economic condition of society in various ways. First one, rapid economic development. അപ്പോൾ ഹൈ റിസ്കിൽ ലോ റിട്ടേൺ പ്രതീക്ഷിച്ച് എക്കോണമിയുടെ റാപ്പിഡായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കമ്പനീസാണ് നമ്മുടെ PSUs എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹെവി ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സസിൻ്റെ മൊബിലൈസേഷനിലൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ദെൻ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വയ്ക്കുക, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വയ്ക്കുക. ദെൻ പ്രൈവറ്റ് കമ്പനീസിന് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക. ഇതിലൂടെയൊക്കെ എക്കോണമിയുടെ റാപ്പിഡായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എയിം ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസാണ് നമ്മുടെ PSUs എന്ന് പറയുന്നത്. സോ റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് PSUs ഇൻ ഇന്ത്യ. ദെൻ സെക്കൻഡ് വൺ, റിഡക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവേഴ്സ്. അപ്പോൾ PSUs എല്ലാം എയിം ചെയ്യുന്നത് ഇൻകം ഇൻഇക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിങ് പോളിസിയുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ എക്കണോമിക് പവേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത്. പ്രൈവറ്റ് സെക്ടേഴ്സ് എല്ലാം ജനറലി എന്താണ് ചെയ്യുന്നത്? ബാക്ക്വേർഡ് റീജിയൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലോ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പവർ സപ്ലൈയുടെ അഭാവവും അതോടൊപ്പം തന്നെ റോഡ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, സ്കിൽഡ് ലേബേഴ്സ് ഇതൊക്കെ അവിടെ കുറവായത് കാരണം പ്രൈവറ്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ബാക്ക്വേർഡ് റീജിയൻസിനെ എന്ത് ചെയ്യും? നെഗ്ലക്റ്റ് ചെയ്യും. എന്നാൽ ലാർജ് പ്രോജക്ട്സ് കൊണ്ടുവന്ന് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് സഹായത്തോടു കൂടി ഈ റീജിയൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും എയിം ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസാണ് നമ്മുടെ PSUs എല്ലാം. ദെൻ ഫോർത്ത് വൺ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് PSU കമ്പനീസ് തന്നെയാണ്. ദെൻ ഫിഫ്ത്ത് വൺ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും എക്സ്പോർട്ട് പ്രൊമോഷനുമാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒട്ടും തന്നെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നില്ല, നേരെ മറിച്ച് ഹ്യൂജ് ആയിട്ടുള്ള ഇമ്പോർട്ട്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ PSUസിൻ്റെ മറ്റൊരു റോളാണ്.
ദെൻ നെക്സ്റ്റ് വൺ റിസോഴ്സ് മൊബിലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം PSUs എന്ത് ചെയ്യുകയാണ്, സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് ലാർജ് നെറ്റ്വർക്ക് ഓഫ് ബാങ്കിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി എന്താണ്, ഈ PSUസിൻ്റെ പ്രോഫിറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ PSUസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയാണ്. ദെൻ ലാസ്റ്റ് വൺ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ചിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെയും അപ്ലിഫ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും PSUs എയിം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് PSUs ഇൻ ഇന്ത്യ. Now let us discuss with the features of PSUs. First one, state ownership and government control. നമ്മൾ നേരത്തെ മീനിങ് ഓഫ് PSUസിനകത്ത് പറഞ്ഞതുപോലെ സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഗവൺമെൻറ് കൺട്രോളിലുള്ള കമ്പനീസിനെയാണ് PSUs എന്ന് പറയുക. മിനിമം 51% എങ്കിലും ഗവൺമെൻറ് കൺട്രോളുള്ള കമ്പനീസ് മാത്രമേ ഈ കാറ്റഗറിയിൽ വരത്തുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, സർവീസ് മോട്ടീവ്. നമ്മുടെ PSUസിനെല്ലാം പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ വെൽഫെയറും അതോടൊപ്പം തന്നെ നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമാണ്. അല്ലാതെ പ്രൈവറ്റ് സെക്ടേഴ്സിനെ പോലെ പ്രോഫിറ്റ് മോട്ടീവ് ഉദ്ദേശിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനീസ് അല്ല PSUs എന്ന് പറയുന്നത്. തേർഡ് വൺ, സ്റ്റേറ്റ് ഫിനാൻസിങ്. സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള ഫിനാൻസിങ്ങിൻ്റെ കീഴിൽ ബഡ്ജറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസാണ് PSUs എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, പബ്ലിക് അക്കൗണ്ടബിലിറ്റി. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ എക്സ്പെൻഡിച്ചേഴ്സും മറ്റും ഓഡിറ്റിങ്ങിന് വിധേയമാവുകയും പബ്ലിഷ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും PSUവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ ലാസ്റ്റ് വൺ, ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസാണ് PSUs എന്ന് പറയുന്നത്. So these are the features of PSUs: state ownership and government control, service motive, state financing, public accountability and bureaucratic management. Okay. In statement of Indira Gandhi, our former Prime Minister, that we advocate public sector for 3 reasons. First one, to gain control of the commanding heads of the economy. അപ്പോൾ എക്കോണമിയുടെ കമാൻഡിങ് ഹെയ്ഡ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസണായിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഗെയിൻസ് ഓർ സ്ട്രാറ്റജിക് വാല്യൂ റാദർ ദാൻ പ്രൈമർലി ഓൺ കൺസിഡറേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റ് അല്ല, മറിച്ച് സോഷ്യൽ ഗെയിൻസ് ആണ്. ഇവിടെയുള്ള ആളുകളുടെ വെൽഫെയറും ഇവിടുത്തെ ഡെവലപ്മെൻറ്റുമാണ് എല്ലായ്പ്പോഴും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ടു പ്രൊവൈഡ് കൊമേഴ്ഷ്യൽ സർപ്ലസസ് വിത്ത് വിച്ച് ടു ഫിനാൻസ് ഫർദർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫർദർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൊമേഴ്ഷ്യൽ സർപ്ലസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട്, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട കാരണം എന്നാണ് നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഏരിയ ഓഫ് ദി സെഷൻ, ദാറ്റ് ഈസ് ദ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, ഇൻഅപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ നമ്മുടെ PSUs എടുക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ചിലപ്പോൾ ചില മേഖലകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചില സെക്ടേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതോ ആകാം. അത്തരം ഡിസിഷൻസൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻപ്രോപ്പർ പ്രൈസിങ് പോളിസി. പലപ്പോഴും നമ്മുടെ PSUസിൻ്റെ പ്രൈസിങ് പോളിസി എല്ലാം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, എക്സസീവ് ഓവർ ഹെഡ് കോസ്റ്റ്. ബാക്ക്വേർഡായിട്ടുള്ള റീജിയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് എക്സസീവായിട്ട് മാറാറുണ്ട്. അതോടൊപ്പം തന്നെ ഫോർത്ത് വൺ, ലാക്ക് ഓഫ് ഓട്ടോണമി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയുകയാണെങ്കിലും പലപ്പോഴും അതിൻ്റെ ലാക്ക് എന്ന് പറയുന്നതും PSU ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം തന്നെയാണ്. ദെൻ ഓവർ സ്റ്റാഫിംഗ് ആൻഡ് ട്രേഡ് യൂണിയനിസം. ഓവറായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഇൻഫ്ലുവൻസും അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ തന്നെ PSU ഫേസ് ചെയ്യുന്ന മറ്റ് പ്രോബ്ലംസാണ്. ദെൻ ലാസ്റ്റ് വൺ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി. നമ്മുടെ PSU പലപ്പോഴും കപ്പാസിറ്റിക്ക് അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും അണ്ടർ യൂട്ടിലൈസേഷനിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ റിസോഴ്സസിനെ അല്ലെങ്കിൽ നമ്മുടെ PSUസിനകത്തുള്ള തന്നെ ബെനിഫിറ്റ്സിനെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് PSUs മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതും PSUs ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. So these are the important problems faced by the
public sector undertakings in India.